വിഷ്ണു, അങ്ങനെ ഈ പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടുള്ള സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ വിലയിരുത്തുന്നുണ്ട്, ഇതങ്ങനെ വളരെ പെട്ടെന്ന് കുറ്റപത്രത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു കേസല്ല, അതിസങ്കീർണമായ കേസാണ്. SITക്ക് ഇപ്പോഴും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പിന്തുണയുണ്ട്. ഇപ്പോൾ ഒരാൾ കൂടി പുറത്തേക്ക് വരികയാണല്ലോ വിഷ്ണു. ഹൈക്കോടതിക്ക് വളരെ ക്ലിയറായ സ്റ്റാൻഡുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇതിന്റെ പരിശോധനാ ഫലം അത് ഏറെ നിർണായകമാണ് ഈ കേസിൽ എന്ന കഴിഞ്ഞ 11 ഇന്ററിം ഓർഡറുകളിലായി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ലഭിക്കാൻ സ്വാഭാവികമായും കാലതാമസമുണ്ട്. അതുകൊണ്ട് ആ പരിശോധനാ ഫലത്തിന്റെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കോടതി തന്നെ വളരെ ക്ലിയറായി പറഞ്ഞത്, സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നത് അത് കേസിന്റെ മെറിറ്റിനെ ഒരു ഘട്ടത്തിലും ബാധിക്കില്ല. അത് കേസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന ശ്രമത്തിലേക്ക് പ്രതികൾ പോകില്ല എന്ന ഉറപ്പ് ഹൈക്കോടതിക്കുണ്ട്. ആ കരുത്തോടു കൂടി തന്നെയാണ് SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും അയാൾ ഈ പറയുന്ന SITയുടെയും അതോടൊപ്പം തന്നെ EDയുടെയും റഡാറിലായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ED ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ED സമൻസ് അയക്കാനുള്ള തീരുമാനത്തിനാണ് ഉള്ളത്. നാളെ സമൻസ് കൈപ്പറ്റും. അടുത്ത ദിവസം തന്നെ EDക്ക് മുമ്പാകെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകേണ്ടതുണ്ട്. ED അന്വേഷിക്കുന്നത് ഇതിൽ സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ള വഴി ലഭിച്ചിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയിലെ വഴിപാടുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്ന് പ്രാഥമിക വിവരം EDക്കുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തും. ഈ പ്രതികൾ, അതായത് മുരാരി ബാബു, അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ, പത്മകുമാർ, N വാസു തുടങ്ങിയ ആളുകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് തരത്തിലാണ് ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്, ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ED അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ED ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ചില നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകളുടെ പശ്ചാത്തലം, അതിന്റെ സാധ്യതകൾ, അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് കേവലം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സേഫ് ആണ് എന്നൊരു ഘട്ടത്തിലും പറയാനാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ റഡാറിലായിരിക്കും. അത് അടുത്ത ദിവസം തന്നെ ED ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യും. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് EDക്ക് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല. അത് പക്ഷേ EDയുടെ വിവേചനാധികാരമാണ്, ഏത് ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എല്ലാം. പക്ഷേ അറസ്റ്റ് ഇപ്പോഴും, അതായത് ഈ കേസിൽ SIT കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ED കേസിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉന്മേഷം, വിഷ്ണു, ഇപ്പോൾ ഇതിനോടകം തന്നെ EDയുടെ അന്വേഷണം അത് നടക്കുന്നുണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ കഴിയുന്നുണ്ട്. മുരാരി ബാബു ഒക്കെ ED ഓഫീസിലെത്തിയതാണ്. അതിനോടൊപ്പം തന്നെ ഈ തിരുവല്ലയിൽ നടക്കുന്ന പരിശോധനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എന്തൊക്കെയാണ് EDയുടെ നിലവിലെ കണ്ടെത്തലുകൾ വിഷ്ണു? വളരെ ശക്തമായ അന്വേഷണത്തിലേക്ക് ED കടന്നിട്ടുണ്ട്. 21 ഇടങ്ങളിലാണ് ആദ്യ റെയ്ഡ് നടന്നത്. അന്ന് തന്ത്രിയുടെ വീട് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് തിരുവല്ലയിലെ പൂട്ടിപ്പോയ നിക്ഷേപ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ED പരിശോധന നടത്തുന്നു. ED ഔദ്യോഗികമായി നൽകിയ വാർത്താക്കുറിപ്പിൽ അത് ആ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടിന്റെ പരിശോധന എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം 2024 ഈ കേസ്, തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്രയും വർഷമായി ആ ഘട്ടത്തിലൊന്നും കാര്യമായ പരിശോധന ഉണ്ടായില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു അടിയന്തര പരിശോധനയ്ക്ക് പിന്നിൽ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളാണ്. തന്ത്രിക്ക് തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടായിരുന്നു, 2.5 കോടി നഷ്ടമായി എന്ന വാർത്തകൾ വന്നിരുന്നു, ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അത് ഈ സ്ഥാപനമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ED ഇത്തരത്തിലൊരു പരിശോധന നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പ്രാഥമികമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് തുടർ പരിശോധനക്കുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മുരാരി ബാബുവിനെ വീണ്ടും വിളിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീകുമാറിന് സമൻസ് നൽകിയിട്ടുണ്ട്. ശ്രീകുമാർ അടുത്ത ദിവസം എത്തും. അതോടൊപ്പം മറ്റ് പ്രതികൾ, ഈ SIT കേസിലെ മറ്റു പ്രതികളെയും അവർ ജാമ്യം ലഭിക്കുന്ന മുറക്കനുസരിച്ച് ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ റഡാർ പട്ടികയിൽ, അതായത് പ്രതിപട്ടികയിൽ ഉള്ള ആളുകൾക്ക് പുറമെ ED ചില ആളുകളെ കൂടി വിളിച്ചു വരുത്തും. അതാണ് ഈ കേസിൽ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റായി മാറാൻ പോകുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഈ വാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നതാണ്. PS പ്രശാന്തിന്റെ പേര് ഉയർന്നു വന്നതാണ്. അവരൊക്കെ ഈ EDക്ക് മുമ്പാകെ എത്തും. പക്ഷേ അത് രണ്ടാം ഘട്ടത്തിലായിരിക്കും. നിലവിൽ ഈ പറയുന്ന സ്വത്ത് വിവരങ്ങളൊക്കെ പരിശോധിച്ച ശേഷം, ആദ്യഘട്ടത്തിൽ പ്രതികളെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ മറ്റു ആളുകളിലേക്ക്, അതായത് നമ്മൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരുകളിലേക്ക് പോകുക എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് ED പോകും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ വിമർശനമായി ഉയരുന്നത്. ഉന്മേഷം, ശരി. അപ്പോഴും
ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വരുമ്പോഴും ഇ ഡി ഉണ്ട് തൊട്ടു പിന്നാലെ. ഇ ഡിയുടെ സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെയും ഒരുപക്ഷെ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് വിഷ്ണു പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.